Hello everyone, welcome to another lesson with Maria Slitex. Today we are going to discuss the second part of the lesson Total Eclipse, which is part of the AEC English for second semester literatures students. That paper is Advanced English Language Skills for Literatures. So നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ ഒരു സമ്മറി ചെയ്തു. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും തീംസിൻ്റെയും ബേസിസിലുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഡിസ്കഷനാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. And the most important theme is the description of the solar eclipse by the writer and the impact it made on her. So ആ ഒരു സോളാർ എക്ലിപ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും എങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നും അത് എങ്ങനെയാണ് അവളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു നെറേഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. So in Total Eclipse, Annie Dillard describes her experience of watching a solar eclipse in very personal and emotional terms. നമുക്കറിയാം ഒരു സെലസ്റ്റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്, ഒരു ഭൗമാന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. ബട്ട് അതിനെ വളരെ പേഴ്സണലായിട്ട് ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള ടേംസിലാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. So when Dillard first sees the eclipse beginning, she is struck by how different it looks from what she expected. ഇപ്പോൾ നേരത്തെ കേട്ടറിഞ്ഞിട്ടുള്ള എങ്ങനെയായിരിക്കും ഒരു സൂര്യഗ്രഹണം എന്നതിനപ്പുറം നേരിട്ടത് കാണുമ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, ഷി സേസ് ദ ഡാർക്ക് സർക്കിൾ കവറിങ് ദ സൺ ഡസൻ ലുക്ക് എനിത്തിങ് ലൈക്ക് ദ മൂൺ. ഇൻസ്റ്റെഡ് ഇറ്റ് റിമൈൻസ് ഹെർ ഓഫ് എവറി ഡേ ഒബ്ജെക്ട്സ് ലൈക്ക് എ പോട്ട് ഓഫ് ലീഡ് ഓർ ലെൻസ് കവർ. അപ്പോൾ സണ്ണിനെ മൊത്തത്തിൽ വന്നിട്ട് മൂൺ വന്നിട്ട് കവർ ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിയൻസിനെ നേരത്തെ അവൾ ഇമാജിൻ ചെയ്ത പോലെയൊന്നുമല്ല, ഒരു വലിയ ലിഡ് വന്നിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വന്നിട്ട് സണ്ണിനെ കവർ ചെയ്യുന്ന പോലെയൊക്കെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഷീ ഈസ് യൂസിങ് ഹെർ ഓൺ ഫെമിലിയർ ടേംസ് ടു ഡിസ്ക്രൈബ് ദിസ്. അവൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അവൾ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഷോസ് us how human mind tries to make sense of something completely new by comparing it into familiar things. വളരെ ന്യൂ ആയിട്ടുള്ള എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമുക്ക് മനസ്സിലാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്നതും. സോ ദ എക്ലിപ്സ് ഇമ്പാക്റ്റ് ഓൺ ഹെർ ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഇൻറ്റൻസ്. ഷി സേസ് ദ ഹാർട്ട് സ്ക്രീച്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലാർജ് സ്കെയിലായിട്ടുള്ളൊരു ഇൻസിഡൻറ്റിന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടിൽ അവളുടെ ഹെർ ഹാർട്ട് ഇസ് ത്രോബിങ്. പെട്ടെന്ന് ഒരു ശബ്ദം വന്നു ഉള്ളിൽ നിന്ന് എന്നാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ഫീലിംഗ് ഇറ്റ് വെരി ഡീപ്ലി ഇൻ ഹെർ ബോഡി. സോ എന്താ ബോഡിയിൽ വരെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവൾക്ക് ഫീൽ ചെയ്യുവാണ്. ആൻഡ് ഷീ ഈസ് കമ്പയറിങ് ദിസ് എക്ലിപ്സ് ഇൻ ടു സീയിങ് എ മഷ്റൂം ക്ലൗഡ്. നമ്മൾ ന്യൂക്ലിയർ ഡിസാസ്റ്ററൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിക്ചേഴ്സിൽ കണ്ടിട്ടുള്ളൊരു വലിയ മഷ്റൂം ക്ലൗഡ്, ആകാശം മുട്ടയുള്ളൊരു മഷ്റൂം ക്ലൗഡ് കാണുന്ന പോലെയുള്ളൊരു എക്സ്പീരിയൻസുമായിട്ട് ഷീ ഈസ് കമ്പയറിങ് ദിസ്. ആൻഡ് ഷീ ഈസ് സജസ്റ്റിംഗ് ദാറ്റ് സം സൈറ്റ്സ് ആർ സോ പവർഫുൾ ദേ ഗോ ബിയോണ്ട് ജസ്റ്റ് ബീയിങ് ഇൻട്രസ്റ്റിംഗ് ടു ലുക്ക് അറ്റ്, ദേ ഷേക്ക് us ടു ദ കോർ. ദാറ്റ് മീൻസ് ചില എക്സ്പീരിയൻസസ് നമ്മുടെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള ചില എക്സ്പീരിയൻസസ് നമ്മുടെ ഉള്ളിൽ ഒരു പിടിച്ചു കുലുക്കലുണ്ട്. ദേ ഷേക്ക് us ടു ദ കോർ റദർ ദാൻ സീയിങ് ഇറ്റ് ആസ് എ ആൻ ഇൻട്രസ്റ്റിംഗ് സൈറ്റ്. അതൊരു പുതിയ കാഴ്ചയായിട്ടാണ് സോളാർ എക്ലിപ്സിനെ നമ്മൾ നോക്കുന്നതെങ്കിലും സ്വയം അത് കണ്ടു കഴിയുമ്പോൾ ഇറ്റ് ഇസ് ഷേക്കിംഗ് ഹെർ ടു ദി കോർ. ദ ഫെമിലിയർ വേൾഡ് ബിക്കം സ്ട്രേഞ്ച് ആൻഡ് ആലിയൻ. അപ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ളതെല്ലാം ആകെ സ്ട്രേഞ്ചായിട്ടും വ്യത്യാസമുള്ളതായിട്ടും ഒക്കെ തോന്നുവാണ്. ആൻഡ് ദ ഹിൽസ് വെൻറ്റ് ക്വയറ്റ്, ദ സ്കൈ ടേൺ ഡാർക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡേ ആൻഡ് ഈവൻ ഹർ ഹസ്ബൻഡ്സ് ഫേസ് ലുക്ക് ഡിഫറെൻറ്റ്. അപ്പോൾ അത് നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും ആകെ ക്ലൈമറ്റ് ആകെ എൻവയോൺമെൻറ്റ് ഇങ്ങ് ഡാർക്ക് ആവുകയും സൂര്യന് ചുറ്റും ആ ഫ്ലെയിംസ് മാത്രം കാണുകയും അതേസമയം ഒരു ഡാർക്ക് ലിഡ് കവർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ഈവൻ ഹർ ഹസ്ബൻഡ് ലുക്ക്ഡ് ലൈക്ക് എ ഫിഗർ ഫ്രം എ ഡാർക്ക് വേഗ് ഫിലിം. ഒരു ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് മാത്രമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരെ പോലെയും ഇവൾക്ക് ഫീൽ ചെയ്യുവാണ്. ആൻഡ് കണ്ടിന്യൂയിങ്
സോ ഷീസ് ഫീലിംഗ് ലൈക്ക് ഒരു മൂണ് വന്നിട്ട്, ഒരു ബ്ലാക്ക് ഡിസ്ക് ഓഫ് മൂണ് വന്നിട്ട് സണ്ണിനെ കവർ ചെയ്യുമ്പോൾ അവളുടെ ഹാർട്ടിനകത്തു നിന്നും ഒരു സ്ക്രീച്ചിങ് സൗണ്ട് കേട്ട പോലെ വരെ അവൾക്ക് ഫീൽ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൈറ്റ് അവളിൽ ഒരു ഫിസിക്കൽ റിയാക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ വെൻ ഷി വാസ് ലുക്കിംഗ് അറ്റ് ദ മൂൺ, ഹർ ബ്രെയിൻ കാൺട്ട് അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് എ മൂൺ. അപ്പോൾ അത് മൂണിനെയാണ് കണ്ടത്, മൂണാണ് സണ്ണിനെ കവർ ചെയ്തതെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അത് മൂണാണെന്ന് അവളുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ this shows how seeing something unexpected in nature can shake up our usual way of thinking. നമ്മൾ അതുവരെ ചിന്തിച്ച ഒരു രീതിയെ പോലും ചിലപ്പോൾ വളരെ എന്താ പറയുക, വ്യാപ്തിയുള്ള ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ കാണുമ്പോൾ അത് ആകെ മാറി മറിഞ്ഞു പോകുന്നു. സോ ദ ഫെമിലിയർ വേൾഡ് ബിക്കം സ്ട്രേഞ്ച്. അപ്പോൾ ചുറ്റുമുള്ള ഈ ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു സെറ്റിങ്, അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹിൽസും അവളുടെ വീടും അതിനകത്തുള്ള ഒബ്ജക്ട്സും എല്ലാം അൺഫെമിലിയർ ആയിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുവാണ്. സോ ദ സ്കൈ ഈസ് ലുക്കിംഗ് ഡിഫറെൻറ്റ്, നേച്ചർ ഇസ് ഷോയിങ് us ഹൗ ഫ്രജൈൽ അവർ നോർമൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് ഇസ്. അപ്പോൾ നേച്ചറിൽ അത്രയും ഭീകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ ചിന്തിക്കുന്ന ഈ ഒരു ലോകമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി മറിയുന്ന പോലെയുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ അവൾ എടുത്തു പറയുന്നത്. Okay, so when she compares seeing the eclipse to seeing a mushroom cloud, she's showing how natural events are so big and important that they make our human concerns seem tiny. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ വേൾഡിൽ ഉള്ള ഈ ഒരു എക്ലിപ്സിനെ അവളൊരു മഷ്റൂം ക്ലൗഡുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ മഷ്റൂം ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകാശം മുട്ടെ വളർന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഒരു മഷ്റൂം ഷേപ്ഡ് ആയിട്ടുള്ള ക്ലൗഡുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് കാണുമ്പോൾ നമുക്കത് നമ്മുടെ ഹ്യൂമൻ കൺസേൺസ് ഒക്കെ അപ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും. സ്വന്തം റൂമിലുള്ള ഹസ്ബൻഡിനെ കാണുന്നതൊക്കെ ഒരു വെയ്ഗ് ആൻഡ് ബ്ലർഡ് പിക്ചറായിട്ട് ഇവർക്ക് തോന്നുന്നതായിട്ട് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. So what we can understand is that she is comparing this incident with the physical appearance and the emotional feeling. അവൾ ഇത് കണ്ട ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, അതായത് സ്കൈയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റവും, അതിനെ കണ്ടപ്പോൾ അവൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്ങും, അതുപോലെ ദ ഫിയർ, ദ ഓ ആൻഡ് ദ വണ്ടർ, ഇതെല്ലാമാണ് അവൾ രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു രണ്ട് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ, ഫിസിക്കലി വന്നിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചും, അതുപോലെ അത് ഇമോഷണലി അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റവും, ഇത് രണ്ടും ചേർത്ത് വെച്ച് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഈ ഒരു ലെസൺ തോന്നുന്നത് തന്നെ. സോ ഷീസ് ആസ് ഐ സെഡ്, ഷീസ് കമ്പയറിങ് ദ എക്ലിപ്സ് ടു എ mushroom cloud, and she's showing how natural events are so big that it makes our human concerns seem very tiny and small. And continuing with that, she also talks about looking at the Crab Nebula, which is expanding super fast. അപ്പോൾ ഈ നെബ്യൂല എന്ന് പറയുന്നത് രണ്ട് സ്റ്റാർസിൻ്റെ ഇടയിലുള്ള ഗ്യാസും അതുപോലെ ക്ലൗഡും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ ക്ലൗഡ് ഫോംസിനെയാണ്. അപ്പോൾ ക്രാബ് നെബ്യൂല എന്ന് പറയുന്നത് അത്തരം ഒരു നെബ്യൂലയാണ്. സോ ക്രാബ് നെബ്യൂല ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വെൻ വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് വി കനോട്ട് സീ എനി ചേഞ്ച്. കാരണം സെലസ്റ്റിയൽ ആയിട്ടുള്ള സ്പേസിലൊക്കെ, അതുപോലെ പ്ലാനറ്ററി സ്പേസിലൊക്കെ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അലിയൻ ടു അസ്. നമ്മൾ കാണുമ്പോൾ അത് അനങ്ങാതെ തന്നെയാണ് നിൽക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർസിനെ നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും വി കനോട്ട് ഫീൽ ദാറ്റ്. സോ ഇറ്റ് ഈസ് ബിയോണ്ട് അസ്. നമ്മുടെ ഒരു കൺസേൺസിൻ്റെ അപ്പുറത്താണ് അത് ഇരിക്കുന്നത്. സോ അവർ ഹ്യൂമൻ ഐസ് ആൻഡ് ബ്രെയിൻസ് കാൺട്ട് ഓൾവേസ് ഗ്രാസ്പ് വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഇൻ നേച്ചർ. ദ മോസ്റ്റ് പവർഫുൾ പാർട്ട് ഇസ് വെൻ ഷീ സേസ് ദാറ്റ് ദേ ഹാഡ് ഓൾ ഡൈഡ് ഇൻ അവർ ബൂട്ട്സ് ഓൺ ദ ഹിൽ ടോപ്സ് ഓഫ് യക്കീമ. സോ ഈ ഒരു എന്താ പറയുക, യക്കീമ എന്ന് പറയുന്ന ഈ ഒരു ഹിൽ ടോപ്സിൽ ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്ന പോലെയാണ് അവർക്ക് അത് കണ്ടു നിന്നവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മൊമെൻറ്റിൽ ദേ ആർ ഫീലിംഗ് ലൈക്ക് ദ വേൾഡ് ഇസ് ഗോയിങ് ടു എൻഡ്. എല്ലാം തീർന്നു പോകുന്ന ഒരു മൊമെൻറ്റിന് ശേഷം തിരിച്ചു വരുന്ന ഒരാളുടെ ഉള്ളിലുള്ളൊരു പേടിയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദ എക്ലിപ്സ് മേക്സ് ഹർ ഫീൽ ലൈക്ക് ഷീ ഈസ് എക്സ്പീരിയൻസിങ് വാട്ട് ഈസ് ബീങ് ഡെഡ്
might be like, something we normally can't even imagine. It's like nature giving her a peek at something beyond normal human experience. പീക്ക് എന്ന് പറയുമ്പോൾ ഒരു എത്തിനോട്ടാണ്. അപ്പോൾ പെട്ടെന്ന് പ്രകൃതി അവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാം അവസാനിച്ചു പോകുന്നൊരു മൊമെൻറ്റിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അവർ തൊട്ടറിയാണ് ചെയ്യുന്നത്. സോ നൂൺ ടൈമിൽ തന്നെ ആകെ ഡാർക്കായി പോകുന്നു. സോ ഷീ ഈസ് ഫീലിംഗ് ലൈക്ക് ദേ ആർ എക്സ്പീരിയൻസിങ് ഡെത്ത്. ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് എവറിത്തിങ് ലുക്സ് വെരി ഡിഫറെൻറ്റ്. അതുവരെ നോർമലായിരുന്ന എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടപ്പോൾ ഫീൽ ചെയ്യുന്നു. സോ ഒരു നാച്ചുറൽ ഫിനോമിനക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള വളരെ ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തിരിച്ചറിവുകൾ, ചില റെവലേഷൻസ് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തീമിൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നാച്ചുറൽ ഫിനോമിന, ഹൗ നാച്ചുറൽ ഫിനോമിന ക്യാൻ അൺലോക്ക് ഡീപ്പ് റെവലേഷൻസ് from our mind. Then when she tries to remember the eclipse later, she finds that her memory of it feels wrong and hollow. അതേസമയം ഇത്രയും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും അവരത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഷീ ഫീൽസ് ഇറ്റ് കംപ്ലീറ്റ്ലി ഹോളോ. അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോറി. So this shows how some experiences in nature are so big and strange that our brains can't even store them properly, like trying to describe a dream after you wake up. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പിന്നീട് നറേറ്റ് ചെയ്യുമ്പം അതാകെ വെയ്ഗായിട്ടും അൺക്ലിയർ ആയിട്ടും തോന്നുന്ന പോലെയാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. സോ ത്രൂ ഓൾ ദീസ് എക്സാമ്പിൾസ് ഡിലാർഡ് ഷോസ് ഹൗ എക്സ്പീരിയൻസിങ് സംതിങ് അൺയൂഷ്വൽ ഇൻ നേച്ചർ ക്യാൻ മേക്ക് us think about big questions. വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ അബ്നോർമലായിട്ടുള്ള ചില ഫിനോമിന നമ്മൾ കാണുമ്പോൾ അതുവരെ നമ്മൾ ചിന്തിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് നൗ ഈ ഒരു ലെസണിൽ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെയൊക്കെ ഒരു ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ്. സോ ദ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഡിലാർഡ് എക്സ്റ്റെൻസീവ്ലി എക്സ്പ്ലോർസ് ഹൗ ഹ്യൂമൻ പെർസെപ്ഷൻ ഫെയിൽസ് ടു ഫുള്ളി ഗ്രാസ്പ് പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ്. മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടുകൾ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി വളരെ ഡീപ്പായിട്ടുള്ള എക്സ്പീരിയൻസിനെ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സോ ഇൻ ദ ടെക്സ്റ്റ് she clearly expresses, she explicitly എന്ന് പറഞ്ഞാൽ clearly expresses how this is through her discussion of photography. ഇപ്പോൾ ഫോട്ടോഗ്രഫിയാണ് ഇവരൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു ടെലസ്കോപ്പിൻ്റെയും ക്യാമറേൻ്റെയും ലെൻസിനൊന്നും ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷ്വലിൻ്റെ കൃത്യം ബ്യൂട്ടിയും ക്ലാരിറ്റിയും ഒന്നും ചിലപ്പോൾ പകർത്തിയെടുക്കാൻ ഒപ്പിയെടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ലാംഗ്വേജിന് പലപ്പോഴും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഫുള്ളി ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒപ്പിയെടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു ലെസൻ്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടിയും അത് തന്നെയാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ ആ ലാംഗ്വേജിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് സംശയമാണ്. സോ അതിനെ ക്യാമറ ചെയ്യുന്ന ഒരു വർക്കുമായിട്ടാണ് ഇവർ കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ലിമിറ്റേഷൻ എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഫിസിക്കൽ സൈറ്റ് യുവർ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഒരു ഫിസിക്കൽ സൈറ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തുള്ള ഈ ഒരു ഇനബിലിറ്റി അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഗ്യാപ്പുകളെയും ആയിട്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷീ റീഇൻഫോഴ്സസ് ദിസ് തീം വെൻ ഡിസ്ക്രൈബിങ് ഹൗ ദ എക്ലിപ്സ് ഡിഫൈഡ് ഫെമിലിയർ കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചില കാറ്റഗറീസ് ഉണ്ട്. അതിൻ്റെയും അപ്പുറത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഇവർക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനെ അവർ വീണ്ടും ഉറപ്പിച്ച് പറയാണ്. ഷീസ് റീഇൻഫോഴ്സിങ്, ഇഫ് ഐ ഹാഡ് നോട്ട് റെഡ് ദാറ്റ് ഇറ്റ് വാസ് ദ മൂൺ, ഐ കുഡ് ഹാവ് ബീൻ the site 100 times. I could have seen the site 100 times and never thought of the moon once. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മൂണാണ് സണ്ണിനെ കവർ ചെയ്യുക എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ആ എക്ലിപ്സ് സംഭവിക്കുമ്പോൾ ആ വന്നിട്ടുള്ള ഒരു വലിയ ലിഡ് പോലെ വന്നിട്ടുള്ള മൂണാണ് എന്നവർക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ ദർ വാസ് നോ വേ, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനും അപ്പുറത്താണ് അത് എന്ന്. ആൻഡ് നൗ ലാംഗ്വേജിൻ്റെ limitation. As I said earlier, language and limits of expression. Dillard masterfully weaves together scientific observation and spiritual contemplation. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു നാച്ചുറൽ ഫിനോമിനനെ സയൻറ്റിഫിക് ആയിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം അതിനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. സോ ഡെത്ത് പെട്ടെന്ന് അവിടെ വരുന്നു. സോ ഷീ മൂവ്സ് ഫ്രം പ്രിസൈസ് ആസ്ട്രോണമിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, വളരെ ക്ലിയർ ആയിട്ടുള്ള
സണ്ണിനെ അപ്പോൾ അവർ പറയുന്നുണ്ട് സണ്ണിനെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ദ സൺ ഇസ് ലെസ് ദാൻ ഹാഫ് ദ ഡയമീറ്റർ ഓഫ് എ ഡൈം എന്ന് പറഞ്ഞാൽ ചെറിയ കോയിൻ, നമ്മളൊരു കുറച്ച് ദൂരത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഡൈം അല്ലെങ്കിൽ ഒരു കോയിൻ എത്ര സൈസ് ഉണ്ടാവുമോ അത്രയും സൈസിൽ മാത്രമാണ് സണ്ണിനെ നമ്മൾ കാണുന്നുള്ളൂ എന്നൊക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് എറ്റേണിറ്റിയെക്കുറിച്ചും ഡെത്തിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്ക്രിപ്ഷനിലേക്കാണ്. സോ ഇൻ ഹർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്രാബ് നെബ്യൂല, അപ്പോൾ ആ ക്രാബ് നെബ്യൂലേനെ ഡിസ്ക്രൈബ് ചെയ്ത ഭാഗത്തും അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റാണ്. കാരണം അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ സെക്കൻഡിലും അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. പക്ഷേ അതിനെ ഇവിടെ നമ്മുടെ കാഴ്ചയുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സും അതേസമയം സ്പിരിച്വൽ ആയിട്ടുള്ള കോൺസെപ്റ്റും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ ഷീ ടോക്സ് അബൌട്ട് ലാംഗ്വേജസ് ഇൻഅഡീക്വസി ടു ഫുള്ളി ക്യാപ്ചർ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസസ്. നേരത്തെ പറഞ്ഞ പോലെ ടെലസ്കോപ്പും ക്യാമറാസും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ളൊരു സൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ ഫെയിലിയർ ആവുന്നത് പോലെ നമുക്ക് ലാംഗ്വേജിന് ഒരു ഇൻഅഡീക്വസി ഉണ്ട്. ലാംഗ്വേജ് ഇസ് നോട്ട് ഇനഫ്. നമ്മുടെ ഈ ഭാഷ ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു explain our profound experiences. Okay, then the image of lid is used to give an exact picture of sun's eclipse. ഈ സൂര്യഗ്രഹണത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ലിഡിൻ്റെ പാത്രത്തിൻ്റെ മൂടിയുടെ ഇമേജൊക്കെയാണ് ഇവർ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിന് ചിലപ്പോൾ നമുക്ക് നറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അപ്പോഴും നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ഹോംലി ആയിട്ടുള്ള കോൺസെപ്റ്റ്സേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് അവർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രഷൻ. ആൻഡ് നൗ the text reveals Dillard's preoccupation with how extraordinary experiences affect our perception of time and memory. അപ്പോൾ ഇവർ എങ്ങനെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ടൈമും മെമ്മറിയും ഒക്കെ ഇത് മാറ്റിമറിക്കുന്നത് എന്ന്, ടൈമിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റിനെ ഇത് മാറ്റിമറിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവർ പറയുന്നുണ്ട് കമ്മിങ് ബാക്ക് ടു റിട്ടേണിങ് ടു ബറീഡ് അലൂവിയൽ ബെഡ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് എന്നൊക്കെ. അതായത് ഒരു തവണ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യത്തിനെ വീണ്ടും തിരികെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു എഫേർട്ട് ആവശ്യമുണ്ട്. അലൂവിയൽ ബെഡ്സ് എന്ന് പറയുമ്പോൾ വളരെ ഫെർട്ടൈലായിട്ടുള്ള നനവുള്ള മണ്ണൊക്കെയാണ്. അപ്പോൾ അത് തിരിച്ചു വന്നിട്ട് വീണ്ടും അത് എക്സ്കവേറ്റ് ചെയ്ത് മാന്തി എടുത്തിട്ട് എക്സാമിൻ ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ദിസ് തീം ഡെവലപ്സ് ത്രൂ ഔട്ട് ദ പീസ് കൾമിനേറ്റിംഗ് വിത്ത് എ പവർഫുൾ ഒബ്സർവേഷൻ. വി റിമെമ്പേർഡ് അവർ ലിവിങ് ഡേയ്സ് റോങ്. അപ്പോൾ ആ ഒരു എക്ലിപ്സ് കണ്ട മൊമെൻറ്റ് മുതൽ അതുവരെ കണ്ടതെല്ലാം വെറും കെട്ടുകഥകളായിട്ട് മാറുകയും പിന്നെ അതുവരെ ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെല്ലാം അത് മാറ്റിമറിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദ എക്ലിപ്സ് ബിക്കംസ് എ മൊമെൻറ്റ് വെർ ഓർഡിനറി ടൈം ഇസ് സസ്പെൻഡഡ്. അതുവരെ ഉണ്ടായിരുന്ന നോർമലായിട്ടുള്ള ഓർഡിനറി ടൈമൊക്കെ ഒരു സസ്പെൻഷനിലാവുകയും അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഒരു ലൈഫാണ് വരുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഷീ ഈസ് എക്സ്പീരിയൻസിങ് ഡെത്ത് ഇൻ ഫാക്ട്. സോ ദിസ് ക്രിയേറ്റ് വാട്ട് ഷീ ഡിസ്ക്രൈബ്സ് ആസ് എ സ്റ്റേറ്റ് വെർ ദ ഡെഡ് ഹാഡ് ഫൊഗോട്ടൻ ദോസ് ദേ ഹാഡ് ലവ്ഡ്. അപ്പോൾ ഈവൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലും സ്വന്തം ഹസ്ബൻഡിനെ പോലും അതേ റൂമിലുണ്ടായിട്ടും ഒരു എന്താ പറയുക ഫിലിമിൽ കാണുന്ന ഒരു വെയ്ഗ് ഇമേജ് പോലെയൊക്കെ ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ ഡെഡായ ആളുകൾ അവർ ജീവിച്ചിരിക്കെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള ഓർമ്മ പോലും ഡിസപ്പിയർ ആയി പോകുന്നു. അപ്പോൾ അവളെ സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് അത്രയും ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിന്ന്. അതാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് അവരുടെ മെമ്മറിയെയും ടൈമിനെയും ഒക്കെ മാറ്റിമറിച്ച പോലെ ഇവർക്ക് ഫീൽ ചെയ്യാണ്. സോ ദിസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ടെമ്പറൽ എക്സ്പീരിയൻസ് ഇസ് എ റിക്കറിങ് തീം ഇൻ ഹെർ വർക്ക്. അപ്പോൾ പലപ്പോഴും ഇവർ ചെയ്യുന്നത് ഇതാണ്, നേച്ചറിൽ നിന്നുള്ള ഒരു ചെറിയ ഇൻസിഡൻ്റ് എടുത്തിട്ട് അതിനെ വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ്ലി ഇവരെക്കുറിച്ചുള്ള വർക്കിലെല്ലാം വരുന്നൊരു ടേമാണ് ഇവരുടെ ഷാർപ്പ് ഒബ്സർവേഷനെ കുറിച്ച് പറയുമ്പോൾ സീക്രഡ് അറ്റൻഷൻ എന്ന് പറയുന്നുണ്ട്. സോ ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ് ഡില്ലാർഡ് ഡെമോൺസ്ട്രേറ്റ്സ് വാട്ട് സ്കോളേഴ്സ് കോൾ സീക്രഡ് അറ്റൻഷൻ. ഒരു ചെറിയ കാര്യത്തിന് വളരെ ഹോളി ആയിട്ടുള്ളൊരു വലിയ കാര്യത്തിന് കൊടുക്കുന്ന ഒരു വ്യാപ്തി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. സോ
it is an intense focus on physical details that reveals transcendent meanings. അപ്പോൾ ഫിസിക്കൽ ഡീറ്റെയിൽസിനെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഷാർപ്പായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വളരെ അതീന്ദ്രിയമായ ചില കാര്യങ്ങളെക്കുറിച്ച്, ട്രാൻസെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു എക്ലിപ്സിനെ അവർ പറയുന്നത് ഇറ്റ് മെറ്റീരിയലൈസ്ഡ് ഔട്ട് ഓഫ് തിൻ എയർ, ബ്ലാക്ക് ആൻഡ് ഫ്ലാറ്റ് ആൻഡ് സ്ലൈഡിങ് ഔട്ട്ലൈൻഡ് ഇൻ ഫ്ലെയിം. അപ്പോൾ പെട്ടെന്ന് ആ ഒരു മൂണ് നീങ്ങി വരുന്നത് ഒരു ബ്ലാക്ക് ഫ്ലാറ്റ് ഒബ്ജക്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ചുറ്റും അതേസമയം ഈ സണ്ണിൻ്റെ ഒരു തീ പാറുന്ന രീതിയിലുള്ള ഒരു ഫ്ലെയിമിൽ കാണുന്നുണ്ട്. അപ്പോൾ വളരെ വിഷ്വലായിട്ട് ആ എക്സ്പീരിയൻസിനെ കൃത്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബട്ട് ഷീ സ്കിൽഫുള്ളി മൂവ്സ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്. അവിടുന്ന് അങ്ങോട്ട് അവർ വളരെ പേഴ്സണലായിട്ടുള്ള ഈ എക്സ്പീരിയൻസിനെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ട്രൂത്തിലേക്ക്, മരണത്തെക്കുറിച്ചും എറ്റേണിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ട്രൂത്തിലേക്ക് കൊണ്ടുവന്നു. സോ ദ ഫൈനൽ സെക്ഷൻസ് റിവീൽ ഡിലാർഡ്സ് പ്രിയോക്കുപ്പേഷൻ വിത്ത് മൊർട്ടാലിറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്. അവസാനം ഇത് ചെന്ന് നിൽക്കുന്നത് മനുഷ്യരുടെ എല്ലാവരും മരിച്ചു പോകും തുടങ്ങിയിട്ടുള്ള മൊർട്ടാലിറ്റി, അതുപോലെ ട്രാൻസെൻഡൻസ് തുടങ്ങിയ കോൺസെപ്റ്റിലേക്കാണ്. ദെൻ ട്രാൻസെൻഡൻസ് എന്ന് പറയുമ്പോൾ സംതിങ് ബിയോണ്ട് അവർ ഗ്രാസ്പ്, അതീന്ദ്രിയമായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ. സോ ദ എക്ലിപ്സ് എക്സ്പീരിയൻസ് ബിക്കംസ് എ മെറ്റഫർ ഫോർ ഡെത്ത്. ശരിക്കും ഇത് ഡെത്തിനെ കുറിച്ചുള്ള ഒരു കണ്ടംപ്ലേഷനിലേക്ക്, ചിന്തയിലേക്കാണ് പോകുന്നത്. വി ഹാഡ് ഡൈഡ്, ഓൾ ഡൈഡ് എന്ന് അവർ പറയുന്നുണ്ട്. ദെൻ ദിസ് കണക്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ ഫിനോമിന ആൻഡ് ഹ്യൂമൻ മൊർട്ടാലിറ്റി ഇസ് എ റിക്കറിംഗ് തീം ഇൻ ഹർ വർക്ക്. നേച്ചർ ക്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ടു അവർ ഓൺ ഫൈനിറ്റ്യൂഡ്. നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള ചെറിയ ഒരു ലൈഫിനെ കുറിച്ചും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും നമ്മൾ ഈ കാണുന്നത് ഒന്നും മുഴുവനായിട്ടുള്ള ഒരു ട്രൂത്ത് അല്ല കാണുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്കൊക്കെ ഇവരുടെ ഈ ഒരു എസ്സേ അവർ കൊണ്ടുവന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച്.